എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 ഇയർ ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കത് വിടാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജോലി, സ്റ്റഡി അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം ഒക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആളെ നോക്കിയിരിപ്പാണ്. ഈ ആളായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാണ്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിപ്പോൾ വരാണ്ട് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ബ്രേക്ക് അടിച്ചിട്ട് നമ്മളിപ്പോൾ ഇവൻ്റെ കൂടാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്നും വീഡിയോസൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ രാവിലത്തെ പരിപാടി എന്നത്തെ ഇപ്പം ഇവനാണെങ്കിൽ ഇപ്പം എഴയാനും അതുപോലെ തന്നെ നിൽക്കാനും ഒക്കെ തുടങ്ങി. അകത്താണ് നിൽക്കുക. അപ്പോൾ അതുപോലെ മുകളിലാണെങ്കിലും അവനിങ്ങനെ ഇരുത്തിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എഴഞ്ഞ് സ്റ്റെപ്പിൽ കൂടെ ഒക്കെ താഴോട്ടിറങ്ങും. അതുകൊണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുക. രാവിലെ മുതൽ വൈകുന്നേരം ഉറങ്ങുന്ന ടൈം മാത്രമേ ഞങ്ങൾ റൂമിൽ പോകാറുള്ളത്. അങ്ങനെ നമ്മളിവിടെ രാവിലെ മുതൽ കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ എണ്ണിച്ചിപ്പാണ് തുടങ്ങിയേക്കുക. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാവുന്ന സമയമില്ല. സാവിക്കുഞ്ഞാ, അമ്മയുടെ പൊന്നിങ് വന്നേ. ഇതാണ് എൻ്റെ സാവിക്കുഞ്ഞ്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഷാവിക്കുഞ്ഞാണ്. ഞങ്ങളിപ്പോൾ ഇന്നും ഇവിടെ രാവിലെ ഇന്ന് കച്ചും. ഞങ്ങൾക്കാണെങ്കിൽ നമുക്ക് തോന്നാൻ മണ്ടയ്ക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങനെ മറിഞ്ഞു വീഴും. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയും ഞാനും കൂടി രാവിലെ മുതൽ ഇവിടെ ഇല്ലക്കളേ. ഇതാണിപ്പോൾ മെയിൻലി എൻ്റെ പരിപാടി. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാത്തത്. പിന്നെ നമ്മളൊരു വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനകത്ത് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇനി വീണ്ടും എനിക്ക് യൂട്യൂബിലോട്ട് വരണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഭയങ്കര ത്വരയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പോഴും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയി ഇന്നൊരു കുഞ്ഞൊരു ലൈഫ് പോലെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇവരെയും കൂടി ഇരുന്ന് കളിക്കുവാണ്. അപ്പോൾ ഇനി വേറെയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് നമുക്ക് കാണാം. കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ എഴയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഗ്രില്ലിലാണെങ്കിലും സോഫയിലാണെങ്കിലും എല്ലായിടത്തും പിടിച്ചെണ്ണിക്കും. എന്തിനായിരുന്നു ഫ്രിഡ്ജ് വരെ പിടിച്ചെണ്ണിക്കും. അപ്പോൾ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇഡ്ഡലിയൊക്കെ വേവുന്നുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ. കഴിഞ്ഞ വർഷം ഈ ടൈമിലൊക്കെ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈം ആയതുകൊണ്ട് കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. ഈ വട്ടം അവനെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും പറ്റുന്നില്ല. അതിനിടയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവനാണെങ്കിൽ ഒരു ചെയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ അത് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ നമ്മൾ പപ്പയെ കൊണ്ട് തന്നെ നമ്മളത് അൺബോക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പപ്പയുടെ അമ്മയുടെയും ഗിഫ്റ്റാണിത്. അപ്പം അവരെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്ത് പപ്പയെ കൊണ്ട് തന്നെ ശരിയാക്കിക്കാൻ വേണ്ടി നമ്മൾ തുറക്കുന്നുണ്ട്. ഞാനും അമ്മയും സാവിയും അതുപോലെ തന്നെ അമ്മൂമ്മ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ഇതെന്തോ സംഭവം എന്നൊക്കെ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇനി മുതൽ ഫുഡൊക്കെ ഇതിനകത്ത് കൊടുക്കാം. പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു സീറ്റിങ്ങിൻ്റെ അവിടുത്തെ ഒരു ബെൽറ്റ് മിസ്സായിരുന്നു. പിന്നാണെങ്കിൽ റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അത് വന്നിട്ടില്ല. അത് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതിനിടയ്ക്ക് ഇവൻ്റെ കുരുരുപ്പ് കാരണം ഞങ്ങളാണെങ്കിൽ ഈ പെട്ടിക്കകത്തെടുത്ത് വെച്ച് കുറച്ച് നേരം പിന്നെ അവിടെ അടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു. അപ്പം പല്ലാണെങ്കിൽ കുറേ നാളായിട്ട് കേടായിട്ടിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ വരെ അമ്മയും ഞാനും അവനോട് പോയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫാമിലി ബസാറെന്ന് പറഞ്ഞ് കായംകുളം അല്ലല്ലോ, നൂറിനാട്. കായംകുളം മിസ്റ്റേക്ക് പറ്റിയതാണ്, നൂറിനാട്. അപ്പം നൂറിനാട് ഫാമിലി ബസാർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല അഫോർഡബിൾ റേറ്റിൽ പ്രോഡക്റ്റ്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷേ കൊള്ളാം. പക്ഷേ ചിലതിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിട്ട് തോന്നി. നമ്മളങ്ങനെ വലുതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. നമ്മൾ മെയിനായിട്ടും പോയെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ വാങ്ങി. അവിടെ ആണെങ്കിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട, ഓണമൊക്കെ അല്ലേ, അപ്പം വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ആകെപ്പാട് മേടിച്ച് ഒരു ഗ്ലാസും പിന്നെ കുഞ്ഞിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓഗസ്റ്റ് 15 വരെയല്ലേ, അപ്പോൾ ഒരു കൊടിയും പിന്നെ ആണെങ്കിൽ അത്രയൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നിട്ട് അവന് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനും അവനോട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അമ്മ കുഞ്ഞിന് കുറുക്ക് കൊടുക്കുവാണ്.
അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി അമ്മയ്ക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറിയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അമ്മ കൊടുക്കും. അങ്ങനെയൊക്കെ ആർക്കാണോ ടൈം ഇപ്പോൾ ഉള്ളത് അവർ കൊടുക്കും. അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ആർക്കാണ് ടൈം ഉള്ളത് അവർ കൊടുക്കും കുഞ്ഞിന്. അവനാണ് ഞങ്ങൾ രണ്ടര കയ്യിലിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ വൈകുന്നേരം അവന് കുറച്ച് സെർലാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെയാണ് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.